അതെ വരുവാണ് വാട്ടർ സ്ലൈഡ് കൂടി ഇതെങ്ങോട്ടാണ് ഇതെന്റെ വീടല്ലല്ലോ. ഓ പാളിയടാ, ഞാൻ വീടിന് വരാം അപ്പുറത്തുള്ള കടലിലാണാ വന്ന് വീണത്. നല്ല ശാന്തതയും സമാധാനമുള്ള ദിവസം. അല്ല ഫ്രാങ്ക്ലിൻ ഭായ്, അവിടെ ആകാശത്ത് എന്തോ ഒരു സാധനം നിന്ന് കറങ്ങണം. എത്ര ആകാശത്ത് സാധനം നിന്ന് കറങ്ങണം? എവിടെ? എന്താ ഫ്രാങ്ക്ലിൻ ഭായ്, അവിടെ എന്തോ ഉണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു ബിൽഡിംഗ് വന്നേക്കണ്. ഓൾസോ അങ്ങോട്ട് നോക്കിയേ, ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിനേക്കാളും പൊക്കത്തിലാണ് നിൽക്കുന്നത്. എന്താ ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിനേക്കാളും പൊക്കത്തില്? അങ്ങ് കാണുന്നില്ലടാ മെയ്സ് ബാങ്ക്, അതിന്റെ ഇരട്ടിയുണ്ടല്ലോ ഈ ബിൽഡിംഗ്. എന്താണ് അവിടെ? ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് ആയിരിക്കും അവിടെ. അതിന് സെറ്റ് എങ്ങനെ ആയിരിക്കും? ഏതെങ്കിലും സിനിമ നടനൊക്കെ ഉണ്ടാവും അവിടെ. എത്ര സിനിമ നടനാ? വല്ല മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ടാവുക. അങ്ങനെയാണെ ഒന്ന് പോയി നോക്കായിരുന്നു ഷൂട്ടിംഗ് കാണാൻ വേണ്ടിട്ട്. എന്നാ വേഗമാ ഒട്ടും സമയം കളയണ്ട. ആള് കൂടി കഴിഞ്ഞാൽ ചിലപ്പോ ഉണ്ടല്ലോ അതിനകത്തേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിലോ. കാറ് പോണോ ബൈക്ക് പോണോ? ബൈക്കായിരുന്നു കൺവീനിയന്റ്, പക്ഷേ ഇത്രയും പേരില്ലേ, കാറ് പോവാം. വേഗം വണ്ടി കയറി. ആള് കൂടി കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ടേക്ക് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി കയറ്റി വിട്ടില്ലെങ്കിലോ. വേഗം മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? സോ നേരെ ആ പുതിയ ബിൽഡിംഗിൽ എന്താ സംഭവം അറിയാൻ വേണ്ടി പോവാം. റോട്ടിലൊന്നും ആരെയും കാണാനില്ല, എല്ലാരും ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയാൽ. ഓക്കെ, നമ്മള് ബിൽഡിംഗിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പൊക്കം മാത്രമല്ല കേട്ടോ, ഭയങ്കര വീതിയുള്ള ബിൽഡിംഗ്. ലോസ് ആൻഡോസിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ്. ഇവിടെ ഒരു പാർക്കിംഗ് കാണുന്നുണ്ട്, വണ്ടിയൊക്കെ ഇവിടെ കുറെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ നോക്കട്ടെ, നടക്കാൻ വേണ്ടി വയ്യ. എത്ര മേളിൽ വണ്ടി വരും അത്ര മേളിലേക്ക് പോവാം. കേറി എവിടെ എത്തി നോക്കിയേ. ഓ പൊളി, ഇത് കേട്ടാ താഴത്തേക്ക് നോക്കിയേ. ഇത്രയും വലിയ ബിൽഡിംഗ്, ഇത് സെറ്റ് തന്നെ ആണോ ഇത്? വണ്ടിയൊക്കെ പോകണ്ട്. ഇത്രയും വലിയ ടോപ്പിലേക്ക് നമ്മൾ എത്തിയേക്കണം. ഓക്കെ സോറി കേട്ടോ, സോറി. സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ചോപ്പേ അല്ല ഷിജാനെ, നീ എവിടെയാണ് ഓടി പോണത്? വന്ന വണ്ടിയിൽ കയറാ. കേറി നമ്മള് ടോപ്പിലേക്ക് എത്താനായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ ഷൂട്ടിംഗ്? എവിടെ ഷിജാനെ ഷൂട്ടിംഗ് എവിടെയാടാ? എന്തായാലും വണ്ടി അവിടെ ഒരു പാർക്കിംഗ് കാണുന്നുണ്ട്. വണ്ടി പാർക്കിംഗ് നിർത്തിയിട്ട് നോക്കട്ടെ. എവിടെയാടാ ഷൂട്ടിംഗ്? എന്ത് ചെയ്യും? കാണാനില്ലല്ലോ എവിടെയെങ്കിലും ഷൂട്ടിംഗ്. ഇവിടെ ചോപ്പ് എന്തിയല്ലേ പറഞ്ഞ ഷൂട്ടിംഗ് ആണ്, ഇവിടെയൊന്നും ഷൂട്ടിംഗ് കാണാനില്ലല്ലോ. ഫ്രണ്ടിൽ ഒരു തിരക്ക് കാണുന്നുണ്ട്, അവിടെയാണെന്ന് തോന്നുന്നത്. ഫ്രണ്ടിലാ? അവിടെയാ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ, അങ്ങോട്ട് പോയി നോക്കാം. ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോവാ. ചേട്ടാ ഏതാട്ടെ, മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? മോനെ മമ്മൂട്ടി മോഹൻലാലാണോ? എന്താ മഞ്ഞ വിളിക്ക് സ്ഥലമല്ലോ ഇടി ചക്കിന് പോയാ നിന്റെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ബന്ധമില്ലാത്ത കാര്യം, ഇവിടെ ഷൂട്ടിംഗ് അല്ലേ നടക്കണത്? എന്താ മോനെ ഷൂട്ടിംഗ്? ഇവിടെ ഷൂട്ടിംഗ് അല്ലാതെ കോട്ടിംഗ് അല്ലണോ മോനെ? ഇവിടെ ആണെങ്കിൽ വാട്ടർ സ്ലൈഡ് പാർക്കാണിത്. ആ വാട്ടർ സ്ലൈഡിൽ കയറി ഇറങ്ങാൻ വേണ്ടിയാണ് ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. എന്താ മോനെ നിനക്ക് വാട്ടർ സ്ലൈഡിൽ കയറണം? വാട്ടർ സ്ലൈഡാ? അപ്പൊ ഷൂട്ടിംഗ് അല്ലേ? വാട്ടർ സ്ലൈഡാ? ഞാൻ ഇത്രയും വലിയ വാട്ടർ സ്ലൈഡാ എന്നിട്ട് ഞാൻ അറിയില്ലല്ലോ. എന്ത് വാട്ടർ സ്ലൈഡാ? ഓ ഫ്രാങ്ക്ലിൻ ഭായ്, നമുക്ക് വാട്ടർ സ്ലൈഡ് കയറാം. ഫ്രാങ്ക്ലിൻ ഭായ് ഷൂട്ടിംഗ് അല്ലേ? ഫ്രാങ്ക്ലിൻ ഭായ് അങ്ങനെയാണ് എനിക്ക് വാട്ടർ സ്ലൈഡിൽ കയറണം. ധൃതിയൊക്കെ ഞാനേ വാട്ടർ സ്ലൈഡിൽ കയറിയിട്ടില്ല. എനിക്ക് ആദ്യം കയറണം, എന്നിട്ടല്ലേ നിങ്ങളെ കേട്ടത്. ഓക്കെ ചേട്ടാ, ഈ വാട്ടർ സ്ലൈഡിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് വല്ല എടുക്കണം? അയാളുടെ മോനെ നിന്റെ കുഞ്ഞമ്മേനെ കൊണ്ട് വിളിച്ചൊന്ന് പറയിപ്പിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്താ കുഞ്ഞമ്മ? അല്ലോ മോനെ, നീ പറഞ്ഞ കേട്ടാ തോന്നുന്നു നിന്റെ കുഞ്ഞമ്മയുടെ വകയാണ് ഈ ഒരു ബിൽഡിംഗ് വാട്ടർ സ്ലൈഡ്. മോനെ ഇത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഓക്കെ എന്നായിരുന്നു. ചേട്ടാ 3 ടിക്കറ്റ്. നിനക്ക് വാട്ടർ സ്ലൈഡ് കയറാനല്ലേ? പക്ഷെ ഇതിനാണ് 3 ടിക്കറ്റ്, ഒരു ടിക്കറ്റ് വരെ. എന്താണ് പൂപ്പായി പറയുന്നത്? കണ്ടില്ലേ, എന്റെ കൂടെ വന്ന പിള്ളേരാണിത്. ഇതാണ് നമ്മുടെ ഷിൻചാൻ, ഇതാണ് ചോപ്പ്. ഞാൻ പട്ടീന്റെ ഒരു അംഗമായിട്ട് കാണുന്ന ആളാ. ഞാൻ പട്ടിക്ക് ടിക്കറ്റ് എടുത്ത് കയറ്റാറുള്ളൂ. 3 ടിക്കറ്റ്. നീ എന്താ പട്ടീനെ കുട്ടീനെ ഒന്നും അത് കയറ്റാൻ വേണ്ടി പറ്റില്ല. നീ എന്ത് പറയണത്? നീ ഇത് കണ്ടില്ലേ, വലിയവരെ മാത്രമേ എനിക്ക് കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ. കുട്ടികളൊന്നും അലൗഡല്ല, പട്ടി ഒട്ടും അലൗഡല്ല. എന്താ കുട്ടിയും പട്ടിയൊന്നും അലൗഡല്ലെന്നാ? അല്ല ഇവരില്ലാത്ത ഞാൻ എങ്ങനെ എങ്ങും പോവാറില്ല. ഞാനേട്ടാ നമ്മൾ തമ്മിൽ ഇത്ര നേരത്തെ പരിചയമില്ലേ? അങ്ങ് കയറ്റിയടാ. മോനെ ഇത് പിള്ളേർക്ക് അലൗഡല്ലേ? ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് പിള്ളേരെ കയറ്റാൻ വേണ്ടി പറ്റില്ലെന്ന്. പിള്ളേർക്ക് വല്ല കിൻഡർ ഗാർഡനിൽ കൊണ്ടുപോയി വല്ല പാർക്കിലും കൊണ്ട് കാറ്റ്. പക്ഷെ എന്താണ് ഏട്ടാ ഇത്? ഷിൻചാനെ ചോപ്പേ, ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കയറാൻ വേണ്ടി പറ്റില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ സൈഡിലേക്ക് മാറിക്ക്. ഞാൻ പോയി വാട്ടർ സ്ലൈഡിൽ കയറി നിന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. എന്നെ കയറ്റിവിടില്ലെന്ന് പറയാൻ വേണ്ടി അവനാരാ? കയറ്റിവിടോ, എന്നെ കയറ്റിവിടാൻ. എന്താ പറയുക, എന്നെ കയറ്റിവിടില്ലെന്നാ? എനിക്ക് വന്നം. എനിക്കറിയാം നിങ്ങൾക്ക് കയറണമെന്ന്. പക്ഷേ ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചോട്ടെ. ചേട്ടാ, ഈ പാവപ്പെട്ട പിള്ളേരെ കണ്ടിട്ട് ചേട്ടൻ എങ്ങനെയാട്ടാ കയറ്റിവിടാൻ പറ്റില്ലെന്ന് പറയണം? ചേട്ടാ പ്ലീസ് ഇത് കയറ്റി വിട് ചേട്ടാ. ഞാൻ വേണേ എക്സ്ട്രാ പൈസ തരാം. മോനെ നീ അങ്ങനെ പറയണം. ഞാനൊരു കമ്പനി സ്റ്റാഫ് അല്ലേ, ഇതിന്റെ ഓണർ സമ്മതിക്കില്ല. എനിക്ക് അവരെ എത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നീ കയറി പോകാൻ നോക്കി പോകണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിള്ളേരെ വിളിച്ചോണ്ട് വീട്ടിൽ പോകും. ശരിയാ, ചിച്ചനോട് പറഞ്ഞിട്ടുന്ന കാര്യം. ഇതിന്റെ ഓണേഴ്സ് അല്ലേ ഇതൊക്കെ തീരുമാനിക്കണം. ഷിൻചാനെ ചോപ്പേ, നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ കയറ്റി വിടിയാണ്. സോ ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങ് മാറിക്കഴിഞ്ഞ് ഞാൻ പോയി ഈ വാട്ടർ സ്ലൈഡ് ഒന്ന് കയറിയിട്ട് വരാം. ഓക്കെ ചോപ്പേ ഷിൻചാനെ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ചേട്ടാ ഇവരൊന്നും നോക്കിയാ കിട്ടാ. ഒരു ടിക്കറ്റ്. ഓക്കെ, സോ ക്യൂ നിൽക്കണമല്ലേ? ബൈ. അപ്പൊ ഞങ്ങളെ കൂട്ടാണ്ട് പോലെ ഫ്രാങ്ക്ലിൻ ഭായ്, ഈ വാട്ടർ സൈഡ് തകർന്ന് താഴെ വീണത്. അങ്ങനെ പറയലോ, ഞാനല്ലോ നിങ്ങളെ കൊണ്ടുപോകാത്ത. ഇവര് കയറ്റി വിടാത്തോണ്ടല്ലേ. പിന്നെന്താ? തകർന്ന് വീഴത്തൊന്നും ഇല്ലായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞാല്. ഓക്കെ ഫൈനലി ഇവിടെ ആരോ കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങോട്ടേക്കാണ്
സ്ഥലം. കേരളത്തിന് മുമ്പ് ഇവിടെ നോക്കാൻ വേണ്ടിയൊക്കെ പറ്റൂട്ടാ. ഞാൻ എത്ര പൊക്കത്തുനിന്നാന്ന് നോക്കട്ടെ. നമ്മുടെ വീട് കാണാൻ വേണ്ടി ആ ഡാം എന്റെ വീട് ഈ ഭാഗത്തായിട്ട് വരും. ബിൽഡിംഗ് കാരണം കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അതവിടെ നിൽക്കട്ടെ. ഞാൻ വന്ന കാര്യം വാട്ടർ സ്ലൈഡ്. ഇവിടെ ഒരു പുള്ളി നിൽപ്പുണ്ടല്ലോ. ചേട്ടാ ചാടുന്നില്ലേ? അമ്മനെ പേടിപ്പിക്കാത്ര ഞാനാണ് ചാടുന്നത് വേണ്ടി ആലോചിച്ചോണ്ട് നിൽക്കുക. കോൺസെൻട്രേറ്റ് ചെയ്തോ മാറിയിരിക്കണം. കോൺസെൻട്രേറ്റ് ചെയ്തോ. ഫൺ വൺ ദി ക്രേസി വൺ. ഇത് ഫൺ വൺ ക്രേസി വൺ. ഫൺ വണ്ടി കയറായിരുന്നു. പക്ഷെ ഈ പുള്ളി അവിടെ ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നു. ചേട്ടാ ഇത് വീട് ചാവത്തൊന്നുമില്ല. ചേട്ടനെ കയറി ചേട്ടാ. കാരണം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊന്നും നടക്കില്ല. ഷിംജാനും ജോബിനെ താഴ്ത്ത് നിർത്തിയിട്ടാണ് വന്നേക്കണത്. ഓക്കെ നമുക്ക് ക്രേസി വള്ളി കയറാം. ഐ തിങ്ക് ക്രേസി വണ്ണാണ് അടിപൊളി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ നടക്കണം. തെന്നി. ഓ മാൻ നല്ല തെന്നലുണ്ട് സ്ഥലത്തിന്. ഓക്കെ നമ്മൾ സ്ലൈഡിൽ കയറി. ഓ മാൻ ഇത് ക്രേസി വൺ എന്ന് പറയണേ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി പറന്നു പോലെ. ഓക്കെ അത് ഡയറക്റ്റ് വന്നിങ്ങ വീടുമായിരിക്കും ചെയ്യണം. പക്ഷെ അതാണാ മറ്റേ കറങ്ങി വന്നത്. ഓ മാൻ ആ പുള്ളി നിൽക്കണ കാരണം നമുക്ക് ഇത് കയറി വന്നു. അല്ലെങ്കിൽ അതിൽ കറങ്ങി ഫൺ വണ്ടിയിൽ കയറി വരായിരുന്നു. ഷിൻചാൻ ചോപ്പല്ലേ നിൽക്കുന്നത്. ഷിൻചാനെ ചോപ്പ് അടിപൊളിയാണ്. അടിപൊളി വാട്ടർ സ്ലൈഡ്. സോറിയാ നിങ്ങൾക്ക് ഇത് കയറാനുള്ള ഭാഗ്യമില്ലാതായി പോയി. ഞാനെന്ത് ചെയ്യാനാണ്? ഇവരിങ്ങനെയൊക്കെ ഓരോ റൂൾസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. അത് കാരണം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സംഭവം അടിപൊളി ആട്ടോ. എനിക്ക് രണ്ടാമത്തെ ഒരെണ്ണത്തിലും കൂടി കയറുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനൊന്നും കൂടി കയറി ഈ ഫൺ വണ്ടിയിൽ കയറിയിട്ട് വരാം. ഞാനെങ്കിലും നിൽക്കുന്നില്ല. ഞാൻ വീട്ടിൽ പോകണം. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് വീട്ടിൽ പോകണം. ഒന്നെങ്കിൽ എന്നെ കേട്ടണം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം. എന്നെ കേട്ടത്തുമില്ല. ഇനി രണ്ടാമത് ഫ്രാങ്ക്ലിൻ മാനിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ ശരി ഇവരെന്തായാലും കേട്ടു വിടാൻ വേണ്ടി പോകണില്ല. ഞാൻ അത്രയും പറഞ്ഞു നോക്കിയതാ. ഓക്കെ വാ വീട്ടിൽ പോവാം. എന്റെ ഷിൻചാനെ ഒന്നും പറയണ്ട. ഈ അടുത്ത് ഇതുപോലത്തെ ഒരു റൈഡ് ഞാൻ കേട്ടിട്ടില്ല. കിണ്ണെന്ന് വെച്ചാൽ വെറും കിണ്ണൻ. എനിക്ക് വാട്ടർ സ്ലൈഡ് കയറണം. വാട്ടർ സ്ലൈഡ് ഇവര് കേറ്റിയുള്ള 12 കാര്യം. ഓ റൈറ്റ് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് എന്നാലും പറയാതിരിക്കാൻ വേണ്ടി കൊല്ലണ്ടാ. നമ്മൾ വിചാരിച്ചത് ഷൂട്ടിംഗ് നടക്കണേന്ന്. പക്ഷെ അവിടെ വാട്ടർ സ്ലൈഡ് പാർക്ക് ആയിരുന്നു. എനിക്ക് വാട്ടർ സ്ലൈഡ് കയറണം. വാട്ടർ സ്ലൈഡിലാണ് ചോപ്പേ. നിന്റെ കാര്യം എനിക്ക് ഡൗട്ട് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇവന് വലുതായി കഴിയുമ്പോഴും കയറാം. പക്ഷെ പട്ടീനെ എങ്ങനെയാണ്? പട്ടിയെ ഒരു മൃഗമായതുകൊണ്ടാണ് കയറ്റാത്തെന്ന് പറഞ്ഞിട്ട്. മൃഗങ്ങളെ കയറ്റില്ലെന്ന് അവരുടെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്റെ വാട്ടർ സ്ലൈഡ് ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും കയറ്റിയാണ്. ഒരു കുഴപ്പമില്ല. അതന്നെ ഫ്രാങ്ക്ലിൻ ബൈ സ്വന്തമായിട്ട് ഒരു വാട്ടർ സ്ലൈഡ് പാർക്ക് തുടങ്ങി. ഫ്രാങ്ക്ലിൻ ബൈ എന്തോ വാട്ടർ സ്ലൈഡ് പാർക്കാ? പോടാന്ന് അതൊക്കെ പണിയാൻ വേണ്ടി കോടികളാകും. ഞാനെങ്കിലും പോടാ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ആയിരുന്നെങ്കിൽ നിങ്ങളെ കയറ്റിയേനെ. ഓക്കെ ശരിയാണ്. വാട്ടർ സ്ലൈഡ് കയറി കളിച്ചോണ്ടാന്ന് തോന്നുന്നു. ഒരു മേലുവേനൊക്കെ കുറച്ചു നേരം വല്ലോടത്തും TV കണ്ടോണ്ടിരിക്കുക. TV എന്താ കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം. വാട്ടർ സ്ലൈഡിൽ കയറിയിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇവിടെ നിന്ന് ഒരു സാധനം കയറി ഒരുപാട് വേറെ TV കണ്ടുറങ്ങിപ്പോടാ. സമയം എന്തായി? കുറെ ആയി. എന്താ ഷിൻചാനും ചോപ്പൊന്നും ശല്യപ്പെടുത്താൻ വേണ്ടി വന്നില്ല. അമ്മാരെ കാണാനില്ലല്ലോ. ഷിൻചാനെ ചോപ്പ എന്താ സാധാരണ ഉറങ്ങുമ്പോ എന്തെങ്കിലും ഒക്കെ ഒച്ചുണ്ടാക്കി നമ്മളെ ശല്യപ്പെടുത്തുന്നതാണല്ലോ. എവിടെ പോയി ചെക്കന്മാര്? എന്താണ് അവന്മാരുടെ ഒച്ച? അവനെന്താ അവന്മാരെന്താ സംസാരിച്ചോണ്ടിരിക്കണേ? ഞാൻ പറഞ്ഞില്ലടാ ഷിൻചാനെ, ഫ്രാങ്ക്ലിൻ ബൈക്ക് നമ്മളോട് ഒരു സ്നേഹവും ഇല്ല. ഫ്രാങ്ക്ലിൻ ബൈക്ക് സ്നേഹം കൊണ്ടായിരുന്നേ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു വാട്ടർ സൈഡിൽ കയറ്റിയേനെ. ആടെ ചോപ്പ ഫ്രാങ്ക്ലിൻ ബൈക്ക് വന്നു നമ്മളോട് ഒരു സ്നേഹവും ഇല്ല. എന്താ സ്നേഹമില്ലെന്നാ? അത് ശരി. എന്താ ഷിൻചാനെ ചോപ്പ ഇവിടെ പരിപാടി? ഒന്നുമില്ല ഫ്രാങ്ക്ലിൻ ബൈ, ഞങ്ങളൊന്നും ആർക്കും വേണ്ടല്ലോ. ഓക്കെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വാട്ടർ സ്ലൈഡ് കയറണം, അത്രല്ലേ ഉള്ളു. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. ഓക്കെ ഷിൻചാനെ ചോപ്പേ വാടാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വാട്ടർ സ്ലൈഡ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. അതാവുമ്പോ നിങ്ങൾക്ക് എപ്പോഴും കയറി ഇറങ്ങി കളിക്കാലോ. ഫ്രാങ്ക്ലിൻ ബൈ വീട്ടിൽ വാട്ടർ സ്ലൈഡാ? വീട്ടിൽ വാട്ടർ സ്ലൈഡാ? പ്ലീസ് ഫ്രാങ്ക്ലിൻ ബൈ, എങ്ങനെയാണെങ്കിൽ എനിക്കും കയറാല. അല്ലെങ്കിൽ എവിടെ ചെന്നാലും എന്നെ ആരും കയറത്ത് പോലും ഇല്ല. അതാണ് ഞാനും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. കാരണം ലോസ് ആൻഡോസിൽ ഏത് പാർക്കിൽ പോയാലും അവിടെ ഒന്നും ആനിമൽസിനെ കയറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എല്ലായിടത്തും ഇതൊക്കെ തന്നെയായിരിക്കും റൂൾസ്. സോ എന്റെ അറിവിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്. നമുക്ക് ആ എഞ്ചിനീയറിനെ കണ്ടോ സംസാരിച്ചു നോക്കാം. നീ വാ. ആയുടെ ഫ്രാങ്ക്ലിനെ ഒരു വാട്ടർ സ്ലൈഡ് അല്ലേ? അത് നിനക്ക് വേണ്ടി ഞാൻ സെറ്റ് തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനു വേണ്ടിയുള്ള വർക്കേഴ്സിനെയും മെറ്റീരിയൽസിനെയും നീ സംഘടിപ്പിക്കണം. നീ ഏറ്റോളൂല്ലേ? വർക്കേഴ്സിനെയും മെറ്റീരിയൽസിനെയും ഞാൻ സംഘടിപ്പിക്കണം. ഓക്കെ ഞാൻ അങ്ങനെയാണ് ആ പേയ്മെന്റ് നടത്തുവാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പേയ്മെന്റാ? ഏത് പേയ്മെന്റ്? പേയ്മെന്റ് എന്തൊക്കെയാണോ ബാക്കി കാര്യങ്ങൾ ചെയ്യണം? പേയ്മെന്റ് എന്താന്ന് വെച്ചാൽ തരാം. നീ പരിപാടി സെറ്റ് ചെയ്താ? പരിപാടി ഞാൻ ഏട്ടാ. നീ പോയി ആൾക്കാരും മെറ്റീരിയൽസ് ഒക്കെ സെറ്റ് ചെയ്യും. ഷിൻചാനും ചോപ്പിനെ കൊണ്ട് വീട്ടിലിറക്കിയിട്ടുണ്ട്. കാരണം ഒത്തിരി കാര്യങ്ങൾ കൂടി നടക്കാൻ വേണ്ടിയാണ്. മെറ്റീരിയൽസും വർക്കേഴ്സിനൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാന്ന് പറഞ്ഞേക്കണം. ഞാൻ ഏറ്റിട്ട് പോകുന്നതാണ്. ഇപ്പോൾ എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ചുളുവിൽ കുറെ വർക്കേഴ്സിനെ കിട്ടുമെന്ന് കേട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ ഇവിടെ രണ്ടുപേരും നിൽപ്പുണ്ട്. ഇവരോട് ചോദിച്ചു നോക്കാം. ചേട്ടാ ഇവിടെ കുറച്ച് വർക്കേഴ്സിനെ കിട്ടുമെന്ന് പറഞ്ഞു വന്നതാണ്. നമ്മുടെ വീട്ടിലൊരു വാട്ടർ സ്ലൈഡ് പണിയാൻ വേണ്ടി കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കാണായിരുന്നു.
എന്താ വാട്ടർ സ്ലൈഡ് പണിയാനാ? എടാ മോനെ, ചെറിയ ചെറിയ പണിക്കൊന്നും സൈറ്റിലെ ആൾക്കാരെ വിട്ടുതരാൻ വേണ്ടി പറ്റില്ല. ഇത് തന്നെ കണ്ടില്ലേ മേഡത്തിന്റെ വർക്ക്? കോടികളുടെ ബിസിനസ് ആണ്. നീ കോടികളുടെ ബിസിനസ് ആയിട്ട് വരാം, നമുക്ക് നോക്കാം. എന്ത് കോടികളുടെ ബിസിനസ്സാ? ഓ നിക്ക് മേഡം, നമ്മുടെ ഈ സൈഡില് കുറച്ച് വെറുതെ ഇരിക്കണ പണിക്കാരുണ്ട്. അവൻ ഇവരുടെ വീട്ടിലേക്ക് വിടുവാണെങ്കിൽ നമുക്ക് പൈസയും കിട്ടും, ഇവന്റെ പനി നടക്കും. നിങ്ങൾ എന്തെങ്കിലും കാണിക്കും, പക്ഷെ എന്റെ ഈ സൈറ്റിലെ വർക്ക് തടസ്സപ്പെടാൻ വേണ്ടി പാടില്ല. എനിക്ക് പോയിട്ട് ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അപ്പൊ ശരിയെന്നാ. എന്തെങ്കിലും ആട്ടെ, കുറച്ച് പണിക്കാരെ കിട്ടൂലോ ചുള്ളില്, അത് മതി. മേഡം പറഞ്ഞത് കേട്ടില്ലേ? മേഡം ഇല്ലാത്തപ്പോ ഇവിടുത്തെ മെയിൻ ഞാനാണ്, മനസ്സിലായ? ഇതൊക്കെയാണ് നമ്മുടെ വർക്കേഴ്സ്. സോ ഇവരൊക്കെയാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൈസ കൃത്യമായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വീഴണം, മനസ്സിലായ നിനക്ക്? അതൊക്കെ കൃത്യമായിട്ട് വേണ്ടിയിരിക്കും, വർക്കേഴ്സിനെ കിട്ടിയല്ല. അപ്പൊ ശരിയെന്നാ. മേഡം നിക്കണം അവിടെ, ഇവരാര് കൊണ്ടുപോകും? ഇവരാര് കൊണ്ടുപോകുന്ന? ഇവരെ നിങ്ങൾ സ്ഥലത്തേക്ക് എത്തിച്ചേരൂലേ? പോടാ പോലെ നിനക്ക് ചുളുവിലെ ആൾക്കാരും കിട്ടണം, ഞങ്ങളെല്ലാം ചെയ്യാൻ വേണം. ആ പുറകെ കിടക്കുന്ന വണ്ടി കണ്ടാ പച്ച, അതെടുത്തിട്ട് അതിനകത്തേക്ക് ഇവരെ കയറ്റി നിന്റെ വീട്ടിലേക്ക് വിട്ടോ. ഞാൻ പുറകെ എത്തിച്ചേർന്നോളാം. എത്ര പെട്ടെന്ന് ചെല്ലുന്നു എത്രയും പെട്ടെന്ന് പണി തീരുന്നു, എത്രയും പെട്ടെന്ന് പണി തീരുന്നു അത്രയും പെട്ടെന്ന് പൈസ അക്കൗണ്ടിൽ വീഴുന്നു. സോ വേഗം വേഗം കാര്യങ്ങൾ വേഗം ചെയ്യും. അത് ശരി, പൈസ തന്നെ പണി എടുക്കണല്ലേ? ഓക്കെ സോ എല്ലാരും ആ വണ്ടി കയറി, നമുക്ക് എത്രയും പെട്ടെന്ന് സ്പോട്ടിലേക്ക് പോവാം. ഐശ്വന്റെ പോയില്ലേ, കാണായിരുന്നു. ഓക്കെ സോ സൈറ്റിലേക്ക് വിട്ടോ, ഞാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നോളാം. അല്ലേട്ടാ, അപ്പൊ എന്റെ വണ്ടി അതിനല്ലേ ഞാനുള്ളത്, ഞാൻ പുറകെ വണ്ടിയായിട്ട് വരാത്. ഓക്കെ ഇത് നോക്കിയ പഞ്ചാബികൾ വർക്കേഴ്സുമായിട്ട് പോണ പോലെ നമ്മളിവിടെ പണി കൊടുക്കാൻ വേണ്ടി വന്നിട്ട് നമുക്ക് പണി കിട്ടിയ അവസ്ഥയാണല്ലോ. കാർ ഓടിയിട്ട് ഈ വണ്ടിയിൽ പോകേണ്ട അവസ്ഥ. ഓക്കെ എന്തായാലും ആവട്ടെ, വാട്ടർ സ്ലൈഡ് നമ്മുടെ ആവശ്യമാണ്. പിന്നെ വില കുറച്ച് ആൾക്കാരെയും കിട്ടി, അതുകൊണ്ട് ലാഭമായി. ഓണോ പോലെ പഞ്ചാബികളും സിനിമയിലൊക്കെ പോകാൻ ചേട്ടാ മര്യാദ. സോറി, ബ്രേക്ക് ഇട്ടതിന്റെ പ്രശ്നമാണ്. ഇത് കൊള്ളാലോ. ഓ ഈ വണ്ടിക്ക് പുള്ളിങ്ങില്ലടാ, വണ്ടി കയറ്റത്തിൽ ഫൈനലി അങ്ങനെ നമ്മുടെ ബംഗാളികളുമായിട്ട് നമ്മുടെ വീടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിടിച്ചിരുന്നോ ഒരു വളമാണ്. ഇവിടെ 25 സ്പീഡ് ലിമിറ്റ് കൊടുത്തേക്കണം. വണ്ടി പോണത് 1 കണ്ട. ഓഹോ ഈ വണ്ടിയൊക്കെ ആയിട്ട് ലോസ് ആൻഡോസ് മൗണ്ട്സിലാണ് കയറാൻ വേണ്ടി പോകണം. ഓക്കെ ഇതാണ് നമ്മുടെ വീട്. ഇവിടെയാണ് നിങ്ങൾ വാട്ടർ സ്ലൈഡ് പണിയേണ്ടത്. അങ്ങനെ ഫൈനലി ഇറങ്ങി നമ്മൾ വീട്ടിലെത്തി. ഓക്കെ ബംഗാളീസ് ഇറങ്ങി ബൈ ഇറങ്ങ്. ഇതിനകത്ത് എങ്ങനെയാണ് ഇവന്മാർ പിടിച്ചെന്ന് വെച്ചാൽ? ചേട്ടാ ഇതാണ് നമ്മുടെ വീട്, ഇവിടെയാണ് നിങ്ങൾ വാട്ടർ സ്ലൈഡ് പണിയേണ്ടത്. എങ്ങനെ ഇറങ്ങും? എഞ്ചിനീയർ എവിടെ? എഞ്ചിനീയർ പറയാൻ ഞങ്ങൾ ഇറങ്ങത്തില്ല. എഞ്ചിനീയർ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നു കഴിഞ്ഞ് പുള്ളി വരുമെന്നാണ് പറഞ്ഞത്. എന്തായാലും എഞ്ചിനീയറും ഞങ്ങളുടെ ഓണറും വരട്ടെ, അത് കഴിഞ്ഞിറങ്ങാൻ ഞങ്ങൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ നമ്മുടെ എഞ്ചിനീയറിനെ ഒന്ന് വിളിക്കട്ടെ. ആ ടാസ്ക് എഞ്ചിനീയർ പറയാ പുള്ളിനൊന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വരുമെന്ന്. എന്തായാലും ഇവരുടെ മറ്റേ കോൺട്രാക്ടർ വന്നിട്ടില്ല, നമ്മുടെ എഞ്ചിനീയർ അവിടെ നിൽക്കുവാണ്. സോ നമുക്ക് പോയി എഞ്ചിനീയറിനെ കൂട്ടിക്കൊണ്ട് വരാം. ഇല്ല ഞാൻ തന്നെ ചെയ്യണ്ടേ, ശരിയാണ് ജോബിലൊന്നും അറിയണ്ട. വാട്ടർ സ്ലൈഡ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ മതി. അതേ നിൽക്കണം എഞ്ചിനീയർ കമോൺ എഞ്ചിനീയർ. എന്റെ പൊന്നടാതെ ഒന്നും പറയണ്ട, കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കണം, ഒരു ബസ് പോലും വന്നില്ല, അതാ നിന്നെ വിളിച്ചത്. കുഴപ്പമില്ല നമുക്ക് പണി നടന്നാൽ മതി. അല്ല എഞ്ചിനീയർ, നമ്മുടെ വാട്ടർ സ്ലൈഡ് ഇന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പിന്നെന്താ വാട്ടർ സ്ലൈഡ് അല്ലേ ചുറ്റുപ്പി മാറ്റർ, നമുക്ക് ഇന്ന് തന്നെ സെറ്റ് ചെയ്യാം. ഞാൻ പിന്നെ വെറുതെ ഇവിടുത്തെ റെപ്യൂട്ടഡ് എഞ്ചിനീയർ ആയത്. അത് കേട്ടാ മതി. അല്ലടെ എന്തിനാണ് വീട്ടിൽ വാട്ടർ സ്ലൈഡ് ഒക്കെ വെക്കണം? ആരും അങ്ങനെ ചെയ്യാറ് പോലില്ലല്ലോ. അതൊന്നുമില്ല എഞ്ചിനീയർ, നമ്മുടെ വീട്ടിലെ പയ്യന്മാരെ ഭയങ്കര നിർബന്ധം. ഇവിടുത്തെ പാർക്കുകളിലൊന്നും പയ്യനെയും പട്ടിയൊന്നും കേട്ടില്ലല്ലോ. വീട്ടിലെ പട്ടിക്കും പയ്യനും വേണ്ടിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യണം. ഓഹോ അങ്ങനെ. ഓക്കെ സോ സ്ട്രേഞ്ച് മാൻ. ഓൾറൈറ്റ് അങ്ങനെ എഞ്ചിനീയറിനെയും കൂട്ടിക്കൊണ്ട് ഫൈനലി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ടാണെന്നെങ്കിൽ ഇപ്പൊ തന്നെ വർക്ക് തുടങ്ങുന്നതാണ് നമ്മുടെ എഞ്ചിനീയർ പറയണ. ഓൾറൈറ്റ് ആ വർക്കേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ മറ്റേ കോൺട്രാക്ടർ പുള്ളി വന്നിട്ടുണ്ട്. ഓൾറൈറ്റ് എഞ്ചിനീയർ കമോൺ, ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത വർക്കേഴ്സ് കോൺട്രാക്ടർ. ഇതാണ് നമ്മുടെ എഞ്ചിനീയർ. എഞ്ചിനീയർ ഒക്കെ സെറ്റ് ആയാലും വർക്കേഴ്സും സെറ്റ് ആയി. അപ്പൊ നമുക്ക് പണി തുടങ്ങിയേക്കാം അല്ലയോ? പിന്നെന്താ വേറെന്താ പ്രശ്നം? പണി തുടങ്ങിയോളൂ. മണ്ടാ മെറ്റീരിയൽസ് എവിടെ? മെറ്റീരിയൽസ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ പണി തുടങ്ങും? ഒരു മെറ്റീരിയൽസ് കൊണ്ടുപോകണം. മെറ്റീരിയൽസ് വർക്കേഴ്സിനെ സെറ്റ് ചെയ്ത് എഞ്ചിനീയർ സെറ്റ് ചെയ്ത് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിട്ട് ഇതിന് വേണ്ടത്? മോനെ വാട്ടർ സ്ലൈഡ് അല്ലേ? വാട്ടർ സ്ലൈഡ് ആകുമ്പോൾ നീ പാർക്കിന് വേണ്ടി സാധനങ്ങൾ മേടിക്കുന്ന ഒരു കടയുണ്ട്. ലൊക്കേഷൻ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ അവിടെ പോയി വേണ്ട സാധനങ്ങൾ നിനക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ മേടിച്ചോണ്ട് പോവാ. ആണോ? ഓക്കെ സോ എഞ്ചിനീയർ ഉണ്ടല്ലോ, എഞ്ചിനീയർ കൂടി വരട്ടെ. എനിക്ക് മാത്രമായിട്ട് വാട്ടർ സ്ലൈഡ് മേടിക്കാൻ വേണ്ടി അറിയാം. എഞ്ചിനീയറെ കമോൺ, നമുക്ക് പോയി വാട്ടർ സ്ലൈഡ് മേടിച്ചോണ്ട് വരാം. അതിനെന്താ നമുക്ക് പോയി മേടിച്ചോണ്ട് വരാ. എനിക്കറിയാം നല്ല വാട്ടർ സ്ലൈഡ് എവിടെ കിട്ടും, ഏത് മേടിക്കണം എന്നൊക്കെ. അവൻ പറഞ്ഞ കടയിലൊന്നും പോകണ്ട, എനിക്കൊരു അടിപൊളി കട അറിയാം. അവിടെ നല്ല വാട്ടർ സ്ലൈഡ് ഒക്കെ കിട്ടും. ആണോ? അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവാം. ഇവിടെ ഇവിടുന്ന് റൈറ്റാ ഇങ്ങോട്ടാ. ആണോ? ഇത് തന്നെ ഇവിടുന്ന് റൈറ്റ്. ഇതാണോ കട? ഓക്കെ ഇതാണോ വാട്ടർ സ്ലൈഡ് കട? അതേടാ വാട്ടർ സ്ലൈഡ് ഒക്കെ ഇരിക്കുന്നത്. പുള്ളി പറഞ്ഞ പോലെ പാർക്കിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ചേട്ടാ വാട്ടർ സ്ലൈഡിന് എന്താ വില? വാട്ടർ സ്ലൈഡിന് എങ്ങനെ ചെറിയ വാട്ടർ സ്ലൈഡ് വേണോ അതോ രണ്ടെണ്ണുള്ള ഒരു കോംബോ വേണോ? രണ്ടെണ്ണുള്ള കോംബോ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണുള്ള കോംബോയ്ക്ക് തന്നെ വില. സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ഒരു 7,000 ആവും. കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ $10,000 ആകും. 10,000.
ഓക്കെ കോംബോ ആണ് ലാഭം ചേട്ടാ, കോംബോ മതി. ഓക്കെ, നിങ്ങൾക്ക് അതാണ് വേണ്ടെങ്കിൽ ഓക്കെ. വേറെ എന്തെങ്കിലും വേണോ സാർ? നമ്മുടെ റോളർ കോസ്റ്റർ ഉണ്ട്, കോച്ച് കാർ ഉണ്ട്, അതുപോലെ തന്നെ വിവിധ ആർക്കേഡ് ഗെയിംസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് സാർ. വാട്ടർ സ്ലൈഡ് മാത്രം അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചില്ല. സാർ നമുക്ക് ഇവിടെ ആർക്കേഡ് ഗെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ റോളർ കോസ്റ്ററിന് വെക്കണം നല്ല ബലമായ കോച്ച് കാഴ്ച ഉണ്ട് കേട്ടോ. ഇത് അങ്ങനെ വിട്ടു പോകത്തൊന്നുമില്ല, നല്ല ബലമുള്ള സാധനമാണ്. അതുപോലെ തന്നെ അത് നീലയിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് സാർ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ഗെയിംസ് സാധനങ്ങൾ വേണോ? ഏത് വേണമെങ്കിലും നമ്മുടെ ഇവിടെ എടുക്കാം സാർ. എല്ലാം വില കുറച്ച് നല്ല ഡിസ്കൗണ്ട് ഞാൻ വിറ്റുതരാം. അത് പറയാൻ പറ്റില്ല, നീ കേക്കടേ. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ടി ഒരു വാട്ടർ സ്ലൈഡ് പണിയാനാ. അവിടെ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് എന്ത് കാര്യം അല്ലേ എഞ്ചിനീയറെ? അതെ. ഞങ്ങൾക്ക് വാട്ടർ സ്ലൈഡ് മാത്രം മതി ചേട്ടാ. ഷിൻചാനെ കൂട്ടിക്കൊണ്ട് വരാതെ നന്നായി. ഈ വണ്ടിയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും അവന് ഇത് വേണമെന്ന്. നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ ചേട്ടാ, വാട്ടർ സ്ലൈഡ് എന്നാ എടുത്തു, പാക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് വേണ്ടിയുള്ള വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ അവര് നമുക്ക് വണ്ടിയിലൊക്കെ കയറ്റി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേണം അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ട്രക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി നമ്മുടെ കണ്ടെയ്നറുമായിട്ട് ഘടിപ്പിക്കണം. അവിടെ പോട്ടെ, ബാക്കിലോട്ട് പോട്ടെ. നമ്മൾ വാട്ടർ സ്ലൈഡുമായിട്ട് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എങ്ങനെയാണ് ഇത് ഇരിക്കണേന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ പുറകെ തന്നെ നമ്മുടെ ബൈക്കിൽ എഞ്ചിനീയർ വരുന്നുണ്ട്. അത് വേഗമായ എഞ്ചിനീയർ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ വാട്ടർ സ്ലൈഡിന്റെ പണി തീർക്കാനുള്ളതാണ്. ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത് വഴി. കുഴപ്പമില്ല, ഈ വണ്ടി വളച്ചെടുക്കാൻ അതുകൊണ്ട് നമുക്ക് അപ്പുറം വഴി പോയിട്ട് കറക്കിയെടുക്കാം. ഫൈനലി എങ്ങനെയൊക്കെയോ വാട്ടർ സ്ലൈഡായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എഞ്ചിനീയറും പുറകെ തന്നെ ഉണ്ട്. ഓക്കെ. സോ നമ്മുടെ പണി ഉണങ്ങാനുള്ള സാധന സാമഗ്രികളും ആയിട്ടുണ്ട്. വണ്ടി ഇവിടെ നിർത്താം, പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാം. അതാണ് നല്ലത്. ചേട്ടാ, വണ്ടികൾ ഏതെങ്കിലും വന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ സാധനം ഇറക്കി അകത്തേക്ക് വെക്ക്. എവിടെയാ നിങ്ങളുടെ കോൺട്രാക്ടർ എവിടെ? സാർ, പണിയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് കോൺട്രാക്ടർ പോയി കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ആര് നോക്കിയാലും എനിക്ക് വാട്ടർ സ്ലൈഡ് ഉണ്ടായാൽ മതി ഇവിടെ. എഞ്ചിനീയർ, കമോൺ എഞ്ചിനീയർ. ഫ്രാങ്ക്ലിനെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ വാങ്ങാൻ വേണ്ടി മറന്നു പോയടാ. എന്ത് പറഞ്ഞു എന്ന് അവര് കേൾക്കണ്ട. അവര് കേട്ട് വല്ല പണി ചെയ്യാട്ടിരുന്നല്ല. അയാളെ ഫ്രാങ്ക്ലിൻ, ഈ വാട്ടർ സ്ലൈഡ് എന്ന് പറയുമ്പോൾ എന്റെ ഒരു കണക്ക് പ്രകാരം ഇത് പണിത് മേളിലേക്കാണ് വേണ്ടത്. ഇത് മേളിലേക്ക് പോകുമ്പോൾ അതിനകത്ത് കയറാൻ വേണ്ടി സ്റ്റെപ്പ് വേണ്ടടാ. സ്റ്റെപ്പ് മേടിച്ചില്ല. സ്റ്റെപ്പോ ലിഫ്റ്റോ നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതൊന്നും മേടിച്ചോണ്ട് പോകണം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നീ പോയി മേടിച്ചോണ്ട് പോവാ. സ്റ്റെപ്പാ? ശരി, മേലാണ് വാട്ടർ സ്ലൈഡ് തന്നെ. അപ്പൊ അങ്ങോട്ട് കയറാൻ വേണ്ടി സ്റ്റെപ്പ് ഉള്ളല്ലേ? ഓക്കെ, ഈ സ്റ്റെപ്പ് ഇവിടെ കിട്ടും. എനിക്ക് കൃത്യമായിട്ട് കടയൊന്നും അറിയില്ല. നീ ആ സാൻഡി ഷോഴ്സിന്റെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവിടെ ഒത്തിരി കടകളുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെയുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാ. ഓക്കെ. എന്നാ ഇത് വേഗം ഇറക്കിയിട്ട് ഞാൻ പോവാം. ഈ വണ്ടി തന്നെ പോവാം. അതാവുമ്പോ ഈ വണ്ടിയിൽ കൊണ്ടുവരാല്ല സ്റ്റെപ്പ്. ഞാനുണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്, എന്നോട് കൊണ്ടുപോകും. അത് ഇത്ര നേരം എവിടെയായിരുന്നു? ചോപ്പൻ ചെയ്യണം. അവൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാങ്ക്ലിൻ ഭായ്. ഞാനുണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്. ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞാൽ നീ വന്നത് പണിയെടുക്കണ്ടോ നിനക്കൊക്കെ വേണ്ടി? ഓക്കെ, എന്തായാലും നീ പോരി. കൂടെ ഒരാളുള്ളതല്ല, എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. വാർഷികാലേ കയറി നമുക്ക് സാൻഡി ഷോസിലേക്ക് പോയി നമ്മുടെ ആഫ്റ്റർ സ്ലൈഡിനുള്ള നല്ല സ്റ്റെപ്പ് എന്തെങ്കിലും ഉണ്ടോ മേടിച്ചോണ്ടല്ല. ഒരു വാട്ടർ സ്ലൈഡ് പണിയാണ്, എന്തൊക്കെ ചെയ്യുമോ ആലോചിക്കണം. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു ഷോപ്പ് ഉണ്ടെന്നല്ല പുള്ളി പറഞ്ഞത്. ഇവിടെ അടുത്തെങ്ങാണ്ടാണ്. ഇവിടെ കുറെ സ്റ്റെപ്പ് ഒക്കെ ഇരിപ്പുണ്ട്. ഇതൊരു സ്റ്റെപ്പ് കട. ഇവിടെ ഒത്തിരി കടകളുണ്ടെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഈ കടയിൽ നമുക്ക് കയറി നോക്കാം. ഇവിടെ എങ്ങനെയുണ്ടോ നോക്കിയിട്ട് നമുക്ക് വാങ്ങണം വേണ്ടോ തീരുമാനിക്കാം. ഓക്കെ, പടശി ഞാൻ ഇറങ്ങി കൊണ്ടുപോകാനുള്ള വണ്ടിയൊക്കെ നമ്മളായിട്ട് തന്നെ കൊണ്ടുവന്നാൽ കുഴപ്പമില്ല. അല്ല, ഈ വണ്ടി മറ്റേ അവരുടെ ഓക്കെ. ഇവിടെ ചേട്ടൻ നമ്മുടെ ചേട്ടാ, നമ്മുടെ ഈ വാട്ടർ സ്ലൈഡിനൊക്കെ പറ്റിയ രീതിയിലുള്ള സ്റ്റെപ്പ് ഏതായിട്ടുള്ളത്? ഇതിലേത് സ്റ്റെപ്പ് ആയിരിക്കും നല്ലത്? മോനെ, വാട്ടർ സ്ലൈഡിലേക്ക് ആണെങ്കിൽ ഇവിടെ പലതരം സ്റ്റെപ്പ് ഉണ്ട്. ഇതായിരിക്കണം സ്റ്റെപ്പ് ഉണ്ടോ? ആ സ്റ്റെപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഫ്രാങ്ക്ലിൻ ഭായ്, സ്റ്റെപ്പ് വേണ്ട ഫ്രാങ്ക്ലിൻ ഭായ്. സ്റ്റെപ്പ് കയറാൻ ഭയങ്കര പാടാ. ലിഫ്റ്റ് മതി ഫ്രാങ്ക്ലിൻ ഭായ്. ലിഫ്റ്റാ? പോടാ അവിടുന്ന്. ചേട്ടാ, ലിഫ്റ്റ് നോക്കിയോട്ടോ. ലിഫ്റ്റാണ് പാടി പോളിയാ. ഒന്നും ചെയ്യണ്ട, നടക്കണ്ട, നിക്കണ്ട, ഇരിക്കണ്ട. വേറെ ശരി നിക്കണം കേട്ടോ. അത് പറയാം, അതിനകത്ത് നിന്നാ മതി. അത് നിങ്ങളെ എത്തേണ്ട സ്ഥലത്ത് ലിഫ്റ്റിന് എന്താ വില വന്നത്? ലിഫ്റ്റ് തന്നെയാ $2500 ഉള്ളൂ. അത് കണ്ടില്ലേ റൈറ്റ് സൈഡിൽ ആ ഒരു ചുമല കളറിക്കണം? അതാണ് ലിഫ്റ്റ്. സിമ്പിൾ ആണ്, കൊണ്ടു വെക്കുക, പിടിപ്പിക്കുക. ലിഫ്റ്റെങ്കിൽ ലിഫ്റ്റ്. പക്ഷെ ഇവിടുന്ന് മേടിക്കുന്ന മുമ്പ് റഷിൻജാനെ നമുക്ക് അപ്പുറത്ത് വല്ല കണ്ടോ നോക്കിട്ട് വരാം. ചിലപ്പോ വില കുറച്ച് കിട്ടിയാലോ. മോനെ, വിലകളുടെ കാര്യമാണെങ്കിൽ ഈ ഭാഗത്തൊന്നും നമ്മളെയൊക്കെ കുറച്ച് ആരും വിൽക്കണില്ലെന്നുള്ളത് ഞാൻ നിനക്ക് ഉറപ്പ് വരണം. നീ ഇവിടുന്ന് മേടിച്ചോ ധൈര്യമായിട്ട് കണ്ണുപൂട്ടി. കണ്ണും പൊട്ടി. എന്തായാലും $2500 അല്ലേ? എടുക്കേണ്ട, ആ ലിഫ്റ്റ് എടുക്കുക. നീ ഒരു സംഭവം തന്നെ. ഈ ലിഫ്റ്റ് നിനക്കുള്ളൂ. മോനെ, പൊട്ടെ. അങ്ങനെ നമ്മള് സ്റ്റെപ്പ് വാങ്ങുമ്പോൾ നമ്മള് ലിഫ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്. അതും ഫസ്റ്റ് കടയിൽ തന്നെ. ഓക്കെ, സോ ഇതുമായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തായാലും ഇത്രയൊക്കെ ആയി. എന്നാ ലിഫ്റ്റ് തന്നെ വെച്ചേക്കാന്നങ്ങ് വിചാരിച്ച് ലിഫ്റ്റ് കയറി മേളിലേക്ക് പോകുമ്പോൾ നൈസായിരിക്കും. സ്റ്റെപ്പ് നേരത്തെ നമ്മൾ കയറാൻ പോയപ്പോൾ സ്റ്റെപ്പ് കയറി ഞാൻ മടുത്ത്. ഇതാകുമ്പോൾ ലിഫ്റ്റ് കയറി നിന്നാൽ മതി. റൈറ്റ്, അങ്ങനെ ഫൈനലി നമ്മള് ലിഫ്റ്റുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആണ് ഷിജാനെ, ഇറങ്ങണം. എഞ്ചിനീയർ, സ്റ്റെപ്പ് അല്ല, ഞങ്ങൾ ഒരു ലിഫ്റ്റ് എങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമാധാനമായിട്ട് പണി തുടങ്ങാനുള്ള. സോ എല്ലാവരും സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ പണി തുടങ്ങി എത്രയും പെട്ടെന്ന് ഇതിന്റെ പണി ഒന്ന് തീർത്ത് നിങ്ങൾ എനിക്ക് തന്നെ. ഞാൻ പറഞ്ഞില്ലടാ ഫ്രാങ്ക്ലിനെ, ഞാനാണ് ഇവിടുത്തെ മെയിൻ എഞ്ചിനീയർ. എന്റെ കയ്യിൽ ഭദ്രം. നിനക്കെന്താ നിനക്ക് പറഞ്ഞത്? സോ പണി എന്തായിരുന്നു? ഇതെന്താ ക്രെയിനൊക്കെ കൊണ്ടുവന്ന്
ഇവരെങ്ങനെയാണ് സെറ്റ് ചെയ്യണ പണി തുടങ്ങിയിട്ടാ സംഭവം പണി തുടങ്ങിയിട്ടുണ്ട് പൊളി 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 ഷിൻചാനെ നമ്മുടെ വീട്ടിലേക്കുള്ള വാട്ടർ സ്ലൈഡിന്റെ പണി തുടങ്ങിയടാ ഇത് നോക്കിയടാ ഫ്രാങ്ക്ലിൻ ബൈ ഇതെന്താ സംഭവം ക്രെയിനൊക്കെ കൊണ്ടുവന്ന് എന്ത് ഇറക്കണൊക്കെ ഉണ്ടല്ലോ അതാണ് ഞാനും ആലോചിക്കണം ഞാനെന്താ എഞ്ചിനീയറിന്റെ ഈ പണി കൊടുത്തിട്ട് എല്ലാം ചെയ്തോണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഡിസൈൻ എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ലട്ടാ ക്രെയിനിൽ എന്താണ്ടൊക്കെ കൊണ്ട് ഇറക്കുന്നുണ്ട് നമ്മുടെ എഞ്ചിനീയറിലാണ് മേളിൽ നിൽക്കുന്നത് ആ എഞ്ചിനീയറിനെ കണ്ടിട്ട് വരാം എടാ ക്രെയിനൊക്കെ എന്റെ വീട്ടിൽ ആദ്യമായിട്ടാ വരുന്നത് ഇത് എന്താ ഇവർ ഇറക്കണ എഞ്ചിനീയർ ഇത് എന്താ സംഭവം പതിയെ പതിയെ താഴട്ടെ അയ്യടെ ഫ്രാങ്കിന്റെ നീയാ അവിടെ ഇതൊന്നുമില്ല നമ്മള് ഈ ഒരു ഇത് സെറ്റ് ചെയ്യുമ്പോ നീ ആയതുകൊണ്ട് ഞാൻ എല്ലാം അറിഞ്ഞും കണ്ടങ്ങ് ചെയ്യലടാ നല്ലൊരു രീതിയിൽ ഇവിടെ ഒരു ഫ്ലോറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിനക്ക് വാട്ടർ സൈഡ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത് ഒന്നും പേടിക്കാനില്ല പക്ക സേഫ് ആയിട്ട് സാധനം ഉണ്ടാക്കി തരാം ആണോ എന്തായാലും അറിഞ്ഞും കണ്ടങ്ങ ചെയ്തേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഈ വാട്ടർ സ്ലൈഡ് സെറ്റ് ആവൂട്ടാ പണി നല്ല ഫാസ്റ്റ് ആണെന്ന് തോന്നണം ഞാൻ വാട്ടർ സൈഡ് സെറ്റ് ചെയ്തരുമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞാനൊരു എക്സ്ട്രാ വാട്ടർ സ്ലൈഡും കൂടി ഇതിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാക്ക് ചെയ്ത് തന്നതിൽ ഒരു എക്സ്ട്രാ വാട്ടർ സ്ലൈഡ് ഉണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല ദാറ്റ് മീൻസ് ഇല്ല മൊത്തത്തിൽ 4 സെറ്റ് വാട്ടർ സ്ലൈഡ് ഉണ്ട് രണ്ട് വെച്ച് അപ്പൊ അതിൽ ഏതോ ഒരെണ്ണം ഏതാന്ന് എനിക്കറിയാൻ പാടില്ല അതിൽ കയറി കഴിഞ്ഞാൽ നിലത്തൊന്നും വീഴൂട്ടാ വെള്ളത്തിന് വീഴില്ല അതുകൊണ്ട് അത് നോക്കി കണ്ടൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ എനിക്കും അറിയാൻ പാടില്ല അത് ഏതാണ് വാട്ടർ സ്ലൈഡ് അപ്പൊ ശരി എന്നാ ഞാൻ പോയേക്കോ ഏതാന്നറിയാൻ പാടില്ലെന്നാ വാട്ടർ സ്ലൈഡ് ഇവിടെ ഒരു വാട്ടർ സ്ലൈഡ് അവിടെ ഒരു വാട്ടർ സ്ലൈഡാ ഓക്കെ എന്തെങ്കിലും ആവട്ടെ ശരിയാണെന്നാ നീ നിന്റെ പണിയായിട്ടുണ്ട് ഇത് ഞങ്ങളൊന്നും പോയി വാട്ടർ സ്ലൈഡ് എൻജോയ് ചെയ്യട്ടെ എടാ ഷിൻചാനെ ചോപ്പേ നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്ന് ഇപ്പൊ മനസ്സിലായടാ നിന്റെ ഫ്രാങ്ക്ലിൻ ബൈക്ക് നിങ്ങളോട് സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വാട്ടർ സ്ലൈഡ് സെറ്റ് ചെയ്തേണ് കണ്ടില്ലടാ കണ്ടുവഴി ഫ്രാങ്ക്ലിൻ ബൈ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഫ്രാങ്ക്ലിൻ ബൈ സ്നേഹത്തിന്റെ നിറവിടമാണ് ഫ്രാങ്ക്ലിൻ ബൈ അത്രയൊക്കെ വേണോ അപ്പൊ ശരിയാ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം വാണ ഷിൻചാനെ ചോപ്പേ നമ്മടെ ഇവിടെ എന്താ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടല്ലോ മോനെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് എഞ്ചിനീയർ ഒരു സംഭവം തന്നെ കേട്ടോ നമ്മൾ പറയാതെ തന്നെ എല്ലാം തേണ്ട ആ ക്രെയിനെ എടുത്ത് പൊക്കിയിട്ട സാധനമില്ലേ അത് ഈ സാധനടാ എടാ ചിഞ്ചാലേ തേണ്ട നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ നീന്തി ഇതിന് താഴെ നീന്തി അപ്പുറത്തേക്ക് കയറിയ നമ്മുടെ ഇവിടെ എത്തും ഓ ദേണ്ട ലിഫ്റ്റ് ഈ ലിഫ്റ്റ് കയറി ആരത് അത് ശരി മനുഷ്യനിവിടെ പണിതിട്ടപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് ആൾക്കാർ വരാൻ വേണ്ടി തുടങ്ങി എല്ലാവരും ഓടെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ അല്ലെങ്കിൽ 4 കസേര വലിച്ചിട്ട് അവിടെ കയറി ഇരിക്കാൻ വേണ്ടി വന്നോളൂ ആൾക്കാർ ഇപ്പൊ നമ്മുടെ വാട്ടർ സൈഡിലേക്ക് കയറാനുള്ള ലിഫ്റ്റ് ആണ് ഇതിൽ കയറിയിട്ട് ബട്ടൺ ഓൺ ആയി കഴിഞ്ഞാൽ വാട്ടർ സൈഡിൽ കയറാൻ വേണ്ടി പറ്റും നമ്മുടെ ഇവിടേക്ക് ഇത്രയും സ്ഥലങ്ങള് എങ്ങനെയാണ് മരമൊക്കെ സെറ്റ് ചെയ്ത മാതിരി ഇവിടെ വോളിബോളും ഇതല്ല ബാസ്കറ്റ് ബോളും കളിക്കാൻ വേണ്ടി പറ്റില്ല നമ്മുടെ വീടെ ഒന്ന് അപ്ഗ്രേഡ് ആയ പോലെ ഉണ്ട് കേട്ടോ സെറ്റ് ഷിറ്റാനെ ചോപ്പേ വാടാ നമുക്ക് നമ്മുടെ വാട്ടർ സ്ലൈഡിൽ കയറി നോക്കാം ഇതാണ് ലിഫ്റ്റ് ഇതിൽ കയറി ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മേളിലേക്ക് പോകും ഷിറ്റാനെ ചോപ്പേ നമ്മള് മേളിലേക്ക് ലിഫ്റ്റ് കയറി പോകേണ്ട സമയമായി സ്റ്റെപ്പിന് വരെ ഞാൻ ലിഫ്റ്റ് മേടിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും അടിപൊളി ഡിസിഷൻ കാരണം നടക്കണല്ല ഓക്കെ സ്വിച്ച് പിടിച്ചേക്കാം ഓൾ റൈഡറാ നമ്മുടെ ലിഫ്റ്റ് മേളിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഓ മാൻ നമ്മുടെ ലോസ് ആൻഡോസ് നോക്കിയേ ഈ ലിഫ്റ്റിൽ നിന്നുകൊണ്ട് ലോസ് ആൻഡോസ് സ്വിച്ച് നോക്കിയേ പൊളി എന്ന് വെച്ചാൽ പൊളി വേറെ മൂഡ് ലിഫ്റ്റിന്റെ സ്പീഡ് കൂട്ടേണ്ട സമയമായി ഹിയർ വി ഗോ നമ്മുടെ വാട്ടർ സൈഡ് നോക്കിയേ ലിഫ്റ്റിൽ നിന്ന് തന്നെ കാണാം പക്ഷെ അതിന്റെക്കാളും മേളിൽ പോയിട്ടില്ലേ നമ്മൾ ചാടാൻ ഓക്കെ ഈ ഒരു വാട്ടർ സൈഡ് എങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പുള്ളി പറഞ്ഞ പോലെ 2-4 അങ്ങനെന്തോ വാട്ടർ സ്ലൈഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഓക്കെ ഒരു കാര്യം ഷിൻചാനെ നീ ഇതിൽ കയറി ചോപ്പ് നീ ഇതിൽ കയറി ഞാൻ അതിൽ കയറാം ഞാൻ ഇതിൽ കയറിക്കോളാം എനിക്ക് അങ്ങ് ദൂരെ കാണുന്ന ആ വാട്ടർ സ്ലൈഡ് മതി അതാ നല്ലതെന്ന് എന്റെ മനസ്സ് പറയുന്നു നിനക്ക് എവിടെയാന്ന് വെച്ചാൽ കയറാം ഷിൻചാനെ അവന്റെ ഒരു അപ്പൊ ഞാനും ചോപ്പ് അവിടെ പോകുന്നു ഈ ഒരു വാട്ടർ സ്ലൈഡ് എങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഷിൻചാനെ നീ ഇതിൽ കയറി ചോപ്പ് നീ ഇതിൽ കയറി ഞാൻ അതിൽ കയറാം ഞാൻ ഇതിൽ കയറിക്കോളാം എനിക്ക് അങ്ങ് ദൂരെ കാണുന്ന ആ വാട്ടർ സ്ലൈഡ് മതി അതാ നല്ലതെന്ന് എന്റെ മനസ്സ് പറയുന്നു നിനക്ക് എവിടെയാന്ന് വെച്ചാൽ കയറാം ഷിൻചാനെ അവന്റെ ഒരു അപ്പൊ ഞാനും ചോപ്പ് അവിടെ പോകുന്നു ഷിൻചാനെ നീ ഈ വാട്ടർ സ്ലൈഡിൽ കയറി പാടാ ഇത്രയും പൊക്കത്താട്ടാ നമ്മുടെ വാട്ടർ സ്ലൈഡ് നോക്കി നോക്കിട്ടേ പേടിയാണ് അവിടെ ചോപ്പേ ചാടാൻ വേണ്ടി റെഡിയാണോ ഞാൻ ഇതുവഴി ചാടാം നീ അതുവഴി ചാടിക്കോ ഫ്രാങ്ക്ലിൻ ബൈ ചാടന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ എന്താ ചോപ്പേ പറയണോ നീ എന്തൊക്കെ പറയാനുള്ള അപ്പൊ ഫ്രാങ്ക്ലിൻ ബൈ നമ്മുടെ വീഡിയോ കാണലിൽ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടോണ്ടിരിക്കുന്നത് അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ഫ്രാങ്ക്ലിൻ ബൈ അതൊരു ഇമ്പോർട്ടന്റ് കാര്യ സോ നമ്മള് നമ്മുടെ വാട്ടർ സ്ലൈഡിലേക്ക് ചാടന് മുമ്പ് ലൈക്ക് അടിക്കാതെ സപ്പോർട്ട് ചെയ്യാം അവരെക്കാളും അടിപൊളി വാട്ടർ സ്ലൈഡാണ് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കണം ഇതിപ്പോ ഏതൊരു ചാടും ഓക്കെ ഇതുവഴി ചാടാ ഷിൻചാൻ നോഹാരേ വരുവാടാ വാട്ടർ സ്ലൈഡ് കൂടി ഇതെങ്ങോട്ടാടാ ഇതെന്റെ വീടല്ലല്ലോ പാളിയാടാ ഞാൻ വീടിന് പകരം അപ്പുറത്തുള്ള കടലിലാടാ വന്ന് വീണത് അയ്യോ ആഴങ്കുള്ള ഫ്രാങ്ക്ലിൻ ബൈ രക്ഷിക്കും ഫ്രാങ്ക്ലിൻ ബൈ നീന്തി കരക്ക് ഞാൻ ഏത് കാട്ടിലേക്കാണോ വന്നത് ആ എഞ്ചിനീയർ ഇത് എവിടെയാണോ ഈ ഒരു വാട്ടർ സ്ലൈഡ് വേണ്ടി വെച്ചേക്കണം അപ്പൊ ഫ്രാങ്ക്ലിൻ ബൈ ആദ്യം ചാടും ഫ്രാങ്ക്ലിൻ ബൈ നീയല്ലേ വാട്ടർ സ്ലൈഡ് കയറണം എന്ന് പറഞ്ഞു ഇപ്പൊ പേടിയാണോ ഓക്കെ ഹെവി ഗോ
നമ്മള് വാട്ടർ സൈഡിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ വാട്ടർ സൈഡ്, നമ്മുടെ സ്വന്തം വാട്ടർ സൈഡ്. എന്താണോ പണി വെച്ചേക്കണം? ഞാൻ ഒരു സെക്കൻഡ് കാറ്റിലേക്ക് പോകണം. ഞാൻ നെഞ്ചൊന്ന് പിടച്ച സമയത്ത് ഇടിച്ചല്ലടാ. ഓക്കെ ഇത് അത്യാവശ്യം നീളമുള്ള വാട്ടർ സൈഡാണ്. നമ്മൾ അവിടെ കയറിയതിനേക്കാളും അടിപൊളി വാട്ടർ സൈഡ് ഇവിടെ സ്ഥിതി ചെയ്യണമെന്ന്. ഫ്രാങ്ക്ലിൻ ഭായി അവിടെ ചെന്നാ എനിക്കിപ്പൊ ഇത് ചാടാൻ നേരത്തൊരു പേടിയാവുന്നുണ്ട്. വളച്ചോനെ ഇങ്ങള് കാത്തോളി. അതെ വരുവാണേ. ഞാനിത് എവിടെയാണോ വീണ? എന്താ അപ്പുറത്തെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളി വന്ന് വീണ? സോറി ചേച്ചി, ഒരു ചെറിയ മിസ്റ്റേക്ക്. എനിക്ക് തോന്നുന്നത് വാട്ടർ സ്ലൈഡ് വെച്ചത് മാറിപ്പോയി തോന്നുന്നത്. ഓടറാ, ഇവിടുന്ന് ഓടി രക്ഷപ്പെടറാ. ഫ്രണ്ട് പോയി ഞാൻ അപ്പുറത്തെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിലെങ്ങാണ്ടോ പോയി വീണത്. ആ എഞ്ചിനീയർ പറഞ്ഞായിരുന്നു ഒരെണ്ണം മാറി എങ്ങാണ്ടിരിക്കണെന്ന്. ഞാൻ അതിനകത്ത് കയറിയത് എനിക്ക് തോന്നണേ. നിനക്ക് അത് തന്നെ വേണോടാ ചോപ്പേ. അതൊക്കെ പോട്ടെ, ഷിൻചാനിന്റെ ഓക്കെ. ഇപ്പൊ നമ്മള് ഷിൻചാൻ കയറിയ വാട്ടർ സ്ലൈഡിൽ കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഷിൻചാൻ എവിടെയാ പോയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവൻ പോയി അതേ പാതയിലൂടെ പോണം. ഷിൻചാൻ വെയിറ്റ് നിക്കണത് ഷിൻചാനല്ലേ? ഈ വാട്ടർ സൈഡ് ഞാൻ യൂസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഞാൻ ആദ്യം കയറിയ വാട്ടർ സൈഡ് ചെയ്ത ഷിൻചാനെ എന്താ ഇവിടെ നിൽക്കണേ? ഫ്രാങ്ക്ലിൻ ഭായി ഇവിടുന്ന് കയറാൻ വേണ്ടി പറ്റുന്നില്ല. ഒന്നും പറയണ്ട, ഞാൻ കയറിയ വാട്ടർ സ്ലൈഡ് മാറിപ്പോയെന്നാ എനിക്ക് തോന്നണത്. ഓക്കെ സോ ഇതാണ് നമ്മള് ഷിൻചാനും ചോപ്പിനും നമുക്കും വേണ്ടി ഉണ്ടാക്കിയ നമ്മുടെ വീട്ടിലെ സ്വന്തം വാട്ടർ സ്ലൈഡ്. സോ ഈ ഒരു വാട്ടർ സ്ലൈഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിയാണ് ഈ